ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താങ്കൾ എഴുതിയൊരു ലേഖനം അത് വലിയ രീതിയിൽ ഗാന്ധി കുടുംബത്തെ അപകീർത്തിപ്പെടുന്ന തരത്തിലാണെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. ഒരു കുടുംബത്തിനെ അപേക്ഷിച്ച് ചില കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് ഞാൻ മുമ്പ് എഴുതിയതുമാണ്. എൻ്റെ 97ത്തെ പുസ്തകം ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ടിൽ എഴുതിയ കാര്യങ്ങളെന്നെ ഞാൻ വീണ്ടും ഈ തവണ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നെ വായിക്കാത്തവരാണ് പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ ഇതിലൊരു വാക്ക് പറഞ്ഞിട്ട് ചില വ്യക്തികളും ചില അവിടെ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഇതിലൊരു പുതിയ വരിയുമില്ല. ഈ കോൺഗ്രസ് നേതൃത്വമായിട്ട് ഇപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസം അങ്ങേക്കുണ്ടോ? നോക്കൂ, ഞാനിപ്പോൾ രാഷ്ട്രീയം പറയാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ന് വന്നത് 2 പ്രസംഗത്തിനാണ് കൊച്ചിയിൽ. ഈ 2 പ്രസംഗത്തിലും എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനും കേൾപ്പിക്കാനും ഒരു സന്ദേശമായിരുന്നു. ഞാൻ വേറെ വിഷയങ്ങളിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. സമയം വരുമ്പോൾ അഥവാ വല്ല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കുക. ഇപ്പോൾ അതിനല്ല വന്നിരിക്കുന്നത്. അല്ല, ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് നേരിട്ട് പോയി. ഇത് ഈ 2 പരിപാടികൾ മുമ്പേ വാക്ക് കൊടുത്തതായിരുന്നു. ഞങ്ങൾ പിന്നെ ഈ മുത്തൂട്ട് ബിസിനസ് സ്കൂളിൻ്റെ സ്ഥാപനം എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ നേരിട്ട് ഇറങ്ങി സംസാരിച്ചു. അത് കഴിഞ്ഞുകൊടുന്ന് അവിടെ നിന്ന് നേരിട്ട് ഇവിടെ വന്നു. വേറെ ഒരു കാര്യം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതും കൂടി ഈ 2 ചടങ്ങ് ഞങ്ങൾ ആഴ്ചകൾ മുമ്പ് കൊടുത്തതാണ്. ആ സമയത്ത് വേറെ ഏത് പരിപാടിയും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് വാക്ക് കൊടുത്ത ശേഷം അതിന് മാറ്റാനൊരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഒരു പാർട്ടി കാര്യത്തിന് വേണ്ടിയല്ല വന്നത്. ഈ 2 സ്ഥാപനങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടാണ്. അത്രയും